ഭയങ്കര ക്വാളിറ്റിയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് RSSകാരെ എനിക്കറിയാം. അപ്പം ഈ സ്വയം സേവകരെന്ന് പറഞ്ഞിട്ട് അതായത് ആ ഒരു കൺസെപ്റ്റിനെ, അല്ലാതെ ഈ വർഗീയവാദമോ മുസ്ലിങ്ങളെ ഒന്നുമല്ല, അവർക്കൊപ്പം അവരുടെ പരിപാടിയിൽ ഇടപെട്ട് കൃത്യമായി. പക്ഷേ ഇവിടെ അധികാരം നിലനിർത്തണമെങ്കിൽ ഇവരെ തമ്മിലടിപ്പിച്ചേ പറ്റത്തോളം തിരിച്ചറിയുന്ന ഒരു മേൽത്തട്ടിലുള്ള ആൾക്കാർ ഒരു പ്രശ്നം ഇട്ട് കഴിയുമ്പോൾ അപ്പുറത്തുള്ളവൻ ബഹളം വെച്ച് തുടങ്ങുമല്ലോ. അപ്പുറത്തുള്ളവൻ്റെ ബഹളം കാണുമ്പോഴത്തേക്ക് ഇപ്പുറത്തുള്ളവനും പതുക്കെ ഏറ്റുപിടിക്കും. അങ്ങനെ ബഹളങ്ങൾ കൂടും. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും. അത് ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കൂടുതൽ. അത് താഴെത്തട്ടിലുള്ളവൻ ഇനി എത്ര മനസ്സിലാക്കിയാലും അവൻ അവരുടെ പാർട്ടിക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഏതൊരുവൻ്റെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനെ ആര് സഹായിക്കുന്നു അവൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റം ഇപ്പോഴും താഴെത്തട്ടിൽ കുറച്ചുകൂടെ ബലത്ത് കിടക്കുന്നത്. ഒരാവശ്യം വന്നാൽ ഓടി വരാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ. പക്ഷെ ഇപ്പം ഇത് കേരളം പോകുന്ന വഴി ഒരു നാശത്തിൻ്റെ വഴിയല്ലേ? കാരണം